പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ എല്ലാറ്റിനെയും ബഹിഷ്കരിച്ചുകൊണ്ട് സർക്കാരിനോട് ഒരു വിധത്തിലും സഹകരിക്കാതെ എല്ലാ വികസന പദ്ധതിയെയും തള്ളിപ്പറഞ്ഞ ഒരു സമീപനമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് എത്തുമ്പോൾ ആ സമീപനം തിരുത്താൻ അദ്ദേഹം സന്നദ്ധമാകുന്നു എന്നുള്ളത് താങ്കൾ പറഞ്ഞതുപോലെ ശുഭോദർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പ്രതീക്ഷയോടുകൂടി കാണാം. ഇങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2000 ഈ കാഴ്ച വളരെ നയനസുന്ദരമാണ് എന്ന് പറയുമ്പോൾ 2016 ഇതുപോലെ ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹത്തെ അന്ന് പുതുപ്പള്ളി ഹൗസിൽ അദ്ദേഹം ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞു, UDF തോറ്റപ്പോൾ അന്നത്തെ പുതുപ്പള്ളി ഹൗസിലേക്ക് അദ്ദേഹം താമസം മാറ്റിയപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയും ഭാര്യയും വന്ന് പിണറായി വിജയനും ഭാര്യയും ഇറങ്ങി വന്ന് VD സതീശനെ സ്വീകരിച്ചതുപോലെയാണ് അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടി പൂമുഖത്തേക്ക് വന്ന് അന്നത്തെ നിയുക്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ടി സെക്രട്ടറി VD സതീശനെ കോടിയേരിയെയും അകത്തേക്ക് ക്ഷണിച്ചത് എന്ന് മാത്രമല്ല, അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത സ്മൃതി നമ്മൾ ഓർമ്മിക്കേണ്ടത്, ചാനലുകാർ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പുറത്തു പോയതിനു ശേഷം അടച്ചിട്ട മുറിയിൽ ശ്രീ ഉമ്മൻചാണ്ടിയും നിയുക്ത മുഖ്യമന്ത്രിയും തമ്മിൽ അന്ന് സംസാരിച്ചു എന്നുള്ളത് കൂടിയാണ്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിലുള്ള കൊടുക്കലുകൾ വാങ്ങലുകൾ സ്വാഭാവികമായിട്ടുള്ള ഇത്തരം സമീപനങ്ങളെല്ലാം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അത് നേരത്തെയുള്ള ഒരു പാരമ്പര്യമാണ്. ശ്രീ VD സതീശൻ അത് തുടരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും, കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ എടുത്തതുപോലുള്ള ഒരു സമീപനം ഉപേക്ഷിച്ച് അദ്ദേഹം ഏതായാലും തൻ്റെ മുൻഗാമികളായ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ പിണറായി വിജയനുമെല്ലാം സ്വീകരിച്ച സമീപനത്തിലേക്ക് വരാൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം തയ്യാറാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആശാവഹമായ ഒരു മാറ്റമാണ്. നമുക്കത് നമ്മുടെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ സ്വീകരിച്ച നിലപാടിൽ വ്യത്യസ്തമായിരിക്കും. അതോടുകൂടി CPIM മറ്റൊരു നിലപാട് കൂടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2021 സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയിൽ UDF ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്നിപ്പോൾ MV ഗോവിന്ദ മാഷ് പറഞ്ഞത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ്. ഇതെല്ലാം നമ്മുടെ രാഷ്ട്രീയത്തിൽ ശ്രീ VD സതീശൻ നിലപാടുകൾ മാറ്റുന്നത് പോലെ തന്നെ അദ്ദേഹം എടുത്ത സമീപനമല്ല CPIM സ്വീകരിക്കുക എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവരേതുപോലെ സകലതും ബഹിഷ്കരിക്കുക എന്നുള്ള സമീപനമല്ല.